ഹായ് ഗൈസ്, ഇന്ന് ശരിക്കും ആയില്യമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ലോങ്ങാ യാത്ര. ലോങ് എന്ന് പറഞ്ഞാൽ ഏകദേശം വിഴിഞ്ഞം റൂട്ടിൽ പോകണം. തെന്നിയൂർക്കോണം മുക്കോല എന്ന് പറയും. മുക്കോല കഴിഞ്ഞിട്ട് തെന്നിയൂർക്കോണം എന്ന് പറയും. അപ്പോൾ ഞാൻ നേരെ പിന്നെ ഇന്ന് ആയില്യത്തിൻ്റെ പൂജയ്ക്ക് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എൻ്റെ അമ്പലത്തിൽ ഇന്ന് ആയില്യമുണ്ട്. അപ്പം ഞാൻ എന്തായാലും അച്ഛനെ ഇന്ന് എൻ്റെ അമ്പലത്തിലോട്ട് വിട്ടേച്ച് ഈ തെന്നിയൂർക്കോണത്തോട്ട് ഞാനാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ഏകദേശം ഇപ്പോൾ ഒരു 5 മണി സമയമായിട്ടേ ഉള്ളൂ. ഇപ്പൊ പുറപ്പെട്ടെങ്കിലേ നമുക്കൊരു 5:15 5:20 അവിടെ എത്താൻ പറ്റുള്ളൂ. ഇല്ല, 5:30 ഏകദേശം ഒരു അരമണിക്കൂറത്തെ യാത്രയുണ്ട്. 5:30 അങ്ങ് എത്താൻ പറ്റുള്ളൂ. അവിടെ 5:30 നട തുറന്നെങ്കിൽ ആയില്യത്തിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ രാവിലെ ഇപ്പോൾ അങ്ങോട്ട് പുറപ്പെടാൻ തുടങ്ങുന്ന നമ്മൾ ഡോർ തുറക്കുന്ന സമയത്ത് ബെല്ലക്കുട്ടന്റെ ഒരു പ്രകടനം ഞാൻ കാണിച്ചു തരാം. ആശാൻ ഇങ്ങനെ 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 പിന്നെ റെഡി ആയിട്ട് നിൽക്കുകയാണ് വെളിയിൽ. ഞാനിപ്പോ കാണിച്ചു തരാം. നമുക്ക് ഡോർ ഒന്ന് തുറക്കാം. ഇപ്പം ഇതിനൊരു പട്ടയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. എനിക്കിവിടെ നിൽക്കുമ്പോഴേ ആശാൻ വാലിട്ടടിക്കുന്നത് കേൾക്കാം. തയ്യാറായിട്ട് നിൽക്കുക. ആശാൻ നേരെ വേണ്ടേ ബെഡ്റൂമിലോട്ട് പോയിട്ടുണ്ട്, ഓടി. ഇനിയിപ്പോൾ അവനെ കുറച്ചു നേരം ഞാൻ അകത്ത് തന്നെ കിടത്തും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗേറ്റ് തുറക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇപ്പം ഏകദേശമൊക്കെ സമയം ഇപ്പം തന്നെ താമസിച്ചു. നേരെ പിന്നെ ആയില്യത്തിന് പോയിട്ട് വരാം. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ തുടങ്ങുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ തുടങ്ങാം. അങ്ങനെ പതിവ് പോലെ രാവിലെ ഞാൻ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിൽ പോകുന്ന വഴിക്ക് നമ്മുടെ നേമത്തെ ഗണപതി കോവിലിൻ്റെ അടുത്തായിട്ട് കൃഷ്ണ തട്ടുകട എന്ന് പറഞ്ഞൊരു തട്ടുകടയുണ്ട്. അപ്പോൾ അവിടെ കയറി ഒരു ചായ കുടിക്കുക. അവിടെ പുള്ളിക്കാരൻ രാവിലെ തന്നെ തുറക്കും. ഏകദേശം ഒരു 4:30 5 മണിക്കകത്തായിട്ട് ഓപ്പൺ ആവും. ഞാനിപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേനും ഒരു 5:10 ആയി. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്നും വെച്ചുകൊണ്ട് ഇവിടെ നിർത്തിയതാണ്. ഞാൻ ഈ റൂട്ട് വന്നിട്ട് സത്യം പറഞ്ഞാൽ കുറേ ദിവസമായി. കാരണം മിക്കവാറും ഒക്കെ ഈ പാലമണി നടക്കുന്നുണ്ട് അപ്പുറത്തെ റൂട്ടിലോട്ടാണ് പോകുന്നത്. ഈ റൂട്ടിലോട്ട് വന്നിട്ട് കുറേ ദിവസമായി. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഒരു ചായ കുടിക്കാമെന്ന് വെച്ചുകൊണ്ട് ചായയും കുടിച്ചുകൊണ്ട് നിൽക്കുക. ഗൈസ്, ഞാനങ്ങനെ മുക്കോല തെന്നിയൂർക്കോണം മുക്കോല ക്ഷേത്രത്തിലെത്തി. ഏകദേശം ഇപ്പോൾ സമയം 5:40. കാരണം ഞാൻ ഇടയ്ക്കൊരു 5 മിനിറ്റ് ചായ കുടിക്കാൻ ഇറങ്ങിയതേ ഉള്ളൂ. പക്ഷേ സമയം താമസിച്ചു. എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളൊരു 30 മിനിറ്റ്, അരമണിക്കൂറിന് മേളിലെടുത്തു. 30-35 മിനിറ്റ് എടുത്ത് നമ്മൾ ഇവിടെ എത്താനായിട്ട്. അപ്പോൾ വേറെ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും ഒന്നുമില്ല രാവിലെ. പക്ഷെ എന്നാലും അത്രയും സമയം എടുത്തു. അപ്പോൾ ഇനി എനിക്ക് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 മണി 10:30 മണിക്ക് ഇത് തീർത്തേച്ച് നേരെ ഊക്കോട് തമ്പുരാങ്കാവ് ക്ഷേത്രത്തിൽ ഒരായില്യം കൂടെ ഉണ്ട്. അപ്പം മൊത്തത്തിൽ ഇന്ന് ഫുൾ ബിസിയാണ്. ഏകദേശം ഉച്ച 1 മണിയൊക്കെ ആവും എത്താനായിട്ട്. ഞാൻ ഇനി അമ്പലം ഒന്ന് പരിചയപ്പെടുത്തി തരാം. കണ്ടില്ലേ, നല്ല അടിപൊളി ഒരു ആൽമരവും കാര്യങ്ങളും ഒക്കെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ കണ്ട നല്ല ഭംഗിയാണ് കാണാൻ. നല്ല സൂപ്പർ ഒരു ആൽമരം, അതുപോലെ ഒരു വഞ്ചി. ഇതാണ് ക്ഷേത്രത്തിലോട്ടുള്ള വഴി. ഇത് നല്ല കണ്ടില്ലേ. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്ത് കുടികൊള്ളുന്ന ഒരു ദേവിയാണ്. എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയുമുണ്ട്, ദുർഗാദേവിയുമുണ്ട്. പക്ഷെ നല്ല ഐശ്വര്യമാണ് കാണാൻ കേട്ടോ. നല്ല ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു ക്ഷേത്രമാണ്. അങ്ങ് നാഗരിരിപ്പുണ്ട്, അതുകൊണ്ട് അങ്ങ് അറ്റത്തായിട്ട്. അത് വെളിയില്ല. പക്ഷെ നമുക്ക് ഇത് രാത്രിയായിട്ട് കാണാൻ പറ്റുന്നില്ല. ഓ ആയിക്കോട്ടെ. ഇവിടെ പുറത്തായിട്ട് ഒരു തമ്പുരാന്റെ നട, തൊട്ടിപ്പുറത്ത് യക്ഷിയമ്മ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്തോട്ട് കയറാം. ഇവിടെ പിന്നെ മൊബൈലൊക്കെ അലൗഡാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് കയറാം. ഇതുണ്ടല്ലേ ഇവിടെ ആയിട്ട് ആ ദുർഗാദേവി അല്ല, ഇവിടെ ഫസ്റ്റ് ഭദ്രകാളി, പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് ദുർഗാദേവി. 2 പേർക്കും ഒരേ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പുറകിലായിട്ട് ഗണപതി. കണ്ട, പുറകിലായിട്ട് ഗണപതി. പിന്നെ ഇത് കഴിഞ്ഞ് ഗേറ്റ് തുറന്ന് നമ്മൾ വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കുറേ പേരിരിപ്പുണ്ട്. ഉപദേവനട കുറേ ഉണ്ട് ഈ ഗേറ്റ് തുറന്നു കഴിയുമ്പോൾ.
അതെല്ലാം വെളിയിലായിട്ടാ കണ്ട. ഇവിടെ മന്ത്രമൂർത്തിയുണ്ട്, യോഗീശ്വരൻ. അയ്യോ എൻ്റെ കാലിൽ എന്തോ കൊണ്ട് കേട്ടാ. കാലിലൊരു മുള്ളുണ്ട്. മന്ത്രമൂർത്തി യോഗീശ്വരൻ കഴിഞ്ഞ് ദാ ഇവിടെ ബ്രഹ്മരക്ഷസിന്റെ ഒരു പ്രതിഷ്ഠ കണ്ടില്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ തറവാട്ടമ്മ, അത് കഴിഞ്ഞിട്ട് ദാ ഇവിടെയായിട്ട് ഗന്ധർവ യക്ഷി, പിന്നെ ഇവിടെ പഠിപ്പ് മൂർത്തി, പിന്നെ ഇവിടെയായിട്ട് മറുതത്തമ്പുരാട്ടി, അങ്ങനെ കുറേ ആളുകൾ വെളിയിലിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ജോലികൾ തുടങ്ങണം. കാരണം ഇനിയിപ്പോൾ താമസിച്ചാൽ ആയില്യം ഒരുപാട് താമസിച്ചു. അപ്പം നമുക്ക് നേരെ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളിലോട്ട് കിടക്കാം. അങ്ങനെ ഞാൻ അമ്പലത്തിലെത്തി പൂജാകർമ്മങ്ങളൊക്കെ തുടങ്ങാനുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുക. ഞാനിവിടെ വന്നപ്പം ആരുമില്ല കേട്ടോ, ഒറ്റ മനുഷ്യനില്ല. ഒറ്റ മനുഷ്യനില്ലെന്നല്ല, ഒരു മനുഷ്യൻ മാത്രമുണ്ട്. പുള്ളിക്കാരന് ഈ സാധനങ്ങളൊക്കെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് എടുത്ത് തരാൻ വേണ്ടിയിട്ട് വന്നതാ. വേറെ ആരും ക്ഷേത്രത്തിൽ ആ സമയത്ത് എത്തിയിട്ടില്ല. അപ്പം ഞാനിനിയും തുറന്ന് ആളൊക്കെ വരുന്നതിന് മുമ്പ് അഭിഷേകവും മലർനിവേദ്യവും കാര്യങ്ങളൊക്കെ നടത്താമെന്ന് വെച്ചുണ്ട്. ഇപ്പോൾ ആദ്യമേ ഭദ്രകാളിയുടെ നട തുറന്നു, അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ദുർഗയുടെ നട തുറക്കണം, അത് കഴിഞ്ഞിട്ട് ഗണപതിയുടെ നട, ഇതെല്ലാം നടയെല്ലാം ഒന്ന് തുറന്നിട്ടേച്ച് പിന്നെ പതുക്കെ അഭിഷേകവും കാര്യങ്ങളും ഒക്കെ തുടങ്ങണം. ഇനിയിപ്പോൾ നല്ല ജോലിയുണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-10:30 ആയില്യം തീർക്കണമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. കാരണം ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേണ്ട എനിക്ക് ഊക്കോട് പോകാൻ. രണ്ടും കൂടെ ഒന്നിച്ച് ഓടിക്കേണ്ടതുണ്ടായി ഇത്രയും ഈ ബുദ്ധിമുട്ടുള്ളത്. കാരണം ഇവിടുത്തേത് എത്രയും നേരത്തെ തീർക്കുന്നോ അത്രയും എനിക്ക് നേരത്തെ ഊക്കോട് എത്തുകയും ചെയ്യാം. അവിടുത്തെ ആളുകളെ നിർത്തി ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കണ്ടായല്ലോ. അപ്പോൾ അടുത്തത് ഇനി ദുർഗാനടയിലോട്ട് പോയി ഞാൻ നട തുറക്കാനായിട്ട്. അപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവിടെ. അപ്പോൾ പുള്ളിക്കാരനാണ് എല്ലാ സാധനവും എടുത്ത് എൻ്റെ കൈ കൊണ്ട് തരുന്നത്. പിന്നെ ഊക്കോട് ചെല്ലുമ്പോഴത്തേനും ഏകദേശം ഒരു 10:30 മണിക്ക് തന്നെ ഊക്കോട് എത്തണമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. 10:30 എത്തണമെങ്കിൽ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഞാനൊരു 10:10 ആകുമ്പോഴത്തേനും ഇറങ്ങണം, ഇല്ലെങ്കിൽ 10:30 ഞാൻ എത്തത്തില്ല. എന്തായാലും ഇവിടെ തന്നെ നല്ല ജോലിയുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേനും എന്തായി തീരുവെന്തോ. ഇന്നത്തെ കാര്യം എന്തായാലും നല്ല ക്ഷീണമായിരിക്കും. ഗൈസ്, സമയം ഇപ്പോൾ ഏകദേശം 11 മണി ആയി. ഞാൻ സത്യം പറഞ്ഞപ്പോൾ തെന്നിയൂർക്കോണത്തെ പിന്നെ ആയില്യം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇനി നേരെ ഊക്കോട്ടോട്ട് പോകണം. അപ്പോൾ നമുക്ക് എത്ര പെട്ടെന്ന് പോകാം. നല്ല താമസിച്ച് ഇത് നല്ല തിരക്കായിരുന്നു. ഇന്നൊരു ചോറൂണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല തിരക്കായിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ ഊക്കോട് തമ്പുരാക്കാവ് ക്ഷേത്രത്തിലോട്ട് പോകാം. അങ്ങനെ ഇന്നത്തെ ആയില്യ പൂജ മുഴുവൻ കഴിഞ്ഞ് ഏകദേശം ഇപ്പം സമയം ഏതാണ്ട് 1 മണിയായി ഗൈസ്. ഇപ്പം എല്ലാം കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഊക്കോട് തമ്പുരാങ്കാവ് ക്ഷേത്രത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ ഇന്ന് ആയില്യത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊന്ന് കാണിച്ചു തരാം. അയ്യോ, ഊപ്പാട് വന്നുപോയി. ഇനിയിപ്പം നേരെ വീട്ടിൽ ചെല്ലുക, ചോറുണ്ണുക, സുഖമായിട്ട് കയറി കിടന്ന് ഉറങ്ങുക. ഇതാണ്ടേ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ആയില്യ പൂജയുടെ വിശേഷങ്ങൾ. അയ്യോ, ഇനിയിപ്പം വേറെ ഒന്നിനും കൊള്ളിക്കത്തില്ല. ഇനിയിപ്പം നേരെ ബാഗ് എടുക്കുക, നേരെ വണ്ടി എടുത്തോണ്ട് വീട്ടിൽ പോവുക, കയറി കിടന്ന് സുഖമായിട്ടിരുന്ന് ഉറങ്ങുക. ഗേയ്സ്, സത്യം പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചു കേട്ടോ. കാരണം ഇപ്പോൾ ഇന്നത്തെ ആയില്യത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. പക്ഷേ രാവിലെ ഞാൻ ഏകദേശം ഒരു 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ വൺ സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു റൂട്ട് തന്നെ ഏകദേശം 18, അതായത് തെന്നിയൂർക്കോണത്തു നിന്ന് നമ്മുടെ ഊക്കോട് വരെ ഒരു 18 കിലോമീറ്റർ, പിന്നെ ഊക്കോട് നിന്ന് വീട് വരെ ഒരു 5 കിലോമീറ്റർ. അപ്പം മൊത്തം എത്രയായി? 18 5 ഏകദേശം ഒരു 23 കിലോമീറ്റർ വൺ സൈഡ് ഉണ്ട്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഏകദേശം 46 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. പിന്നെ ഉള്ളൊരു വിഷയം, പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ ഈ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയും പ്രശ്നമില്ല. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, നല്ല
എൻ്റെ ഊപ്പാട് വന്നു പോയി. കാരണം വെയിലെന്ന് പറഞ്ഞാൽ നല്ല കിടിലം വെയിൽ. ഈ ശരിക്കും പറഞ്ഞാൽ പത്രത്തിലൊക്കെ ഇപ്പം 5 ദിവസത്തേക്ക് മഴയാണെന്നൊക്കെ കണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് തോന്നുന്നു മഴയുടെ ഒരു ലക്ഷണവും കാണുന്നില്ല. പക്ഷെ എന്നാലും പിന്നെ ഒരു കാര്യമുണ്ട്, മഴയാണെങ്കിലും കാര്യമൊന്നുമില്ല. മഴയാണെങ്കിൽ നമ്മൾ പറയും അയ്യോ മഴയാണേ നല്ല ക്ഷീണമെന്ന് പറയും, വെയിലാവുമ്പം വെയിലാണേ നല്ല ക്ഷീണമെന്ന് പറയില്ലേ. പക്ഷെ എനിക്ക് പിന്നെ ഇത് വെയിലിനേക്കാളിലും മഴയാ കുറച്ചുകൂടെ കംഫർട്ട്. കാരണം കുറച്ച് നനഞ്ഞാലും ഉണ്ടല്ലോ ഈ ചൂട് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല, നല്ല അസ്വസ്ഥതയാ. മറ്റേ വെയിലാണെങ്കിൽ കുറച്ച് നനഞ്ഞാലും, മഴയാണെങ്കിൽ കുറച്ച് നനഞ്ഞാലും അത്രയും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി, ചോറും ഒക്കെ ഉണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 മണിക്ക് മോന് പിന്നെ ഇവിടെ ഒരു ട്യൂഷന് പോകണമായിരുന്നു പ്രാവച്ചമ്പലത്ത്. അപ്പോൾ അതെന്തായാലും അപ്പൂപ്പൻ ഏറ്റെടുത്തു. കാരണം അച്ഛന് ഏകദേശം ഒരു 10:30 ഒക്കെ ആയപ്പോഴത്തേന് അമ്പലത്തിൽ നിന്ന് എത്തി. അത് കഴിഞ്ഞിട്ട് അച്ഛന് ഏകദേശം ഒരു 2-3 മണിക്ക് 3 മണിക്കൂറിന് മേളിൽ അച്ഛന് റെസ്റ്റ് കിട്ടി. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് നീ റെസ്റ്റ് എടുത്തോ, ഞാൻ കൊണ്ടുവന്ന് അവനെ ട്യൂഷനാക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പൂപ്പനും മോനും കൂടെ നേരെ ട്യൂഷന് പോയിട്ടുണ്ട്. ഇപ്പം ഏകദേശം അവിടെ എത്തിക്കാണും. അതെ, 3 മണിയാ, 3-3:05 ആയി. അപ്പോൾ അവരവിടെ എത്തിക്കാണും. ഇനിയിപ്പോൾ അപ്പൂപ്പനിങ്ങനെ തിരിച്ചു പോകുന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ സുഖമായിട്ട് കയറി കിടന്ന് ഉറങ്ങാൻ പോവാ, തീരെ വയ്യ, നല്ല ക്ഷീണിച്ചു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ പാലം പണിയുടെ കാര്യം ഒന്നും അങ്ങോട്ട് ആയിട്ടില്ല, എങ്ങും എത്തിയിട്ടില്ല സത്യം പറഞ്ഞാൽ. കാരണം ഇനി ഏകദേശം ഒരു 6 മാസം കൂടെ പിടിക്കും. ഒന്നാമതേ ഈ സത്യം പറഞ്ഞ ഈ ആയില്യം കഴിഞ്ഞ് വന്നോണ്ടേ എൻ്റെ ഈ കൈയൊക്കെ കണ്ടില്ലേ നല്ല മഞ്ഞ കളറാ. ആ ഒരു ആയില്യത്തിന് മഞ്ഞപ്പൊടിയൊക്കെ തൂവി കയ്യും കാലും ദേഹവും എല്ലാം മഞ്ഞൾ പറ്റി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വന്ന് ആ പണി നടക്കുന്ന സ്ഥലത്തോട് വന്നപ്പോഴത്തേനും അതിൻ്റെ പൊടി, നല്ല പൊടി എന്ന് പറയുമ്പോൾ ഭയങ്കര പൊടിയാണ്. അവിടെ ഒരു നിവൃത്തിയില്ല അതുവഴി വരാൻ വേണ്ടിയിട്ട്. അയ്യോ, അങ്ങനെ എല്ലാം കൂടെ മൊത്തത്തിൽ അളിപൊളിയായിരുന്നു. വന്ന ഉടനെ നേരെ കയറി ഒരൊറ്റ കുളി അങ്ങ് കുളിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ചോറിനാൻ പോയത്. അപ്പോൾ ചോറും ഒക്കെ കൊണ്ട് കഴിഞ്ഞ് ഇനിയിപ്പം നേരെ റെസ്റ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ എത്തുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.